പിണറായി വിജയൻ പഠിച്ച പണി 18 നോക്കിയിട്ടും എം.ആർ. അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള ചുരുക്കപ്പട്ടികയിൽ എത്തിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. 3 പേരുടെ പട്ടിക പുറത്തിറങ്ങി. അതിൽ എം.ആർ. അജിത് കുമാർ ഇല്ല. നമുക്കറിയാം, എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പി.വി. അൻവർ ഇടതുപക്ഷം വിട്ടത്. നിലമ്പൂർ തിരിച്ചടിക്കൊപ്പം തന്നെ ഇതും അൻവർ എഫക്റ്റാണോ? എം.ആർ. അജിത് കുമാറിനെ ഇനി എവിടെയായിരിക്കും സംസ്ഥാന സർക്കാർ പ്ലേസ് ചെയ്യുക? ഈ വിഷയമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അജിംസ്, മുഖ്യമന്ത്രിയുടെ പേറ്റുമകൻ എന്നൊക്കെയാണ് എം.ആർ. അജിത് കുമാറിനെ പി.വി. അൻവർ വിശേഷിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ ഒരുപക്ഷെ അജിത് കുമാറിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തായിരിക്കും സർക്കാരിൻ്റെ നീക്കം? അജിത് കുമാർ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് UPSC വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. UPSC പറഞ്ഞത് DGP പദത്തിലുള്ളവരെ മാത്രം ചുരുക്കപ്പട്ടികയിലേക്ക് പരിഗണിച്ചാൽ മതി എന്ന് UPSC ഒരു മാനദണ്ഡം കൊണ്ടുവന്നു. ആ മാനദണ്ഡം കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് അജിത് കുമാറിന് സംസ്ഥാന പോലീസ് മേധാവി ലിസ്റ്റിൽ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാതിരുന്നത്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ അദ്ദേഹം DGP ആയി മാറും. അതായത് ഈ DGP നിയമിക്കാനുള്ള പ്രോസസ്സ് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ചുരുക്കപ്പട്ടികയിൽപ്പെടാതിരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ജൂൺ മാസം അവസാനം ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നു. അപ്പോൾ വിരമിക്കുന്ന അന്ന് തന്നെ പുതിയ സംസ്ഥാന പോലീസ് മേധാവി ചുമതലയേൽക്കുക എന്നുള്ളതാണ് രീതി. അപ്പോൾ ഇദ്ദേഹം DGP ആവാനുള്ള സമയവും ഇദ്ദേഹം വിരമിക്കുന്ന സമയവും തമ്മിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ചുരുക്കപ്പട്ടികയിൽ വരായിരുന്നത്. അതർവൈസ് അദ്ദേഹം വരുമായിരുന്നു. മറ്റൊരു കാര്യം, അപ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല ഒഴിവാക്കിയിട്ടുള്ളത്, മനോജ് എബ്രഹാമും ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഒരു നീണ്ട പട്ടികയാണ് സർക്കാർ കൊടുത്തത്. ആ നീണ്ട പട്ടിക കൊടുത്തത് തന്നെ അജിത് കുമാർ അതിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് പ്രിയങ്കരായ കുറേയധികം ആൾക്കാരുണ്ട്. അജിത് കുമാർ മാത്രമല്ല, DGP തലത്തിലുള്ള ഇനി DGP ആകാൻ പോകുന്ന കുറേയധികം പേരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലിസ്റ്റ് കൊടുത്തത്. അപ്പോൾ UPSC ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രം അജിത് കുമാറും മനോജ് എബ്രഹാമും ഒക്കെ അതിൽ നിന്ന് ഒഴിവായി. ഇനി പ്രശ്നം അവിടെയല്ല. അജിത് കുമാർ അപ്പോഴും DGP ആവും. വിത്തിൻ ഡേയ്സ് അദ്ദേഹം DGP ആവും. അപ്പോൾ DGP ആവുമ്പോൾ എന്ത് വരും? ഒരു നിർണായക ചുമതലയിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വരും. അത് ക്രമസമാധാന ചുമതലയാണോ മറ്റേതെങ്കിലും ചുമതലയാണോ നമുക്കറിയില്ല. കാരണം പഴയ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള DGP ആയിരുന്നത്. അപ്പോൾ DGP ആകുമ്പോൾ കുറേ കൂടി ശക്തമായ പൊസിഷനിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ക്രമസമാധാന ചുമതലയിൽ തന്നെയായിരിക്കും. മറ്റൊരു കാര്യം, നിലവിലുള്ള ചുരുക്കപ്പട്ടികയിൽ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകളാണുള്ളത്. അതിൽ യോഗേഷ് ഗുപ്തയോട് സർക്കാരിന് ഒരു തരത്തിലുള്ള മമതയുമില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം വിജിലൻസ് മേധാവിയായിരിക്കെ സർക്കാരിൻ്റെ അനിഷ്ടം മറികടന്നുകൊണ്ട് ഇപ്പോൾ KM എബ്രഹാമിനെതിരായിട്ടുള്ള വിജിലൻസ് കേസിൻ്റെ ഫയലുകൾ CBIക്ക് കൈമാറി എന്നുള്ള വലിയ ഗുരുതരമായ കുറ്റകൃത്യം, സർക്കാർ കുറ്റകൃത്യമായിട്ട് കാണുന്ന കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ഫയർഫോഴ്സിലേക്ക് മാറ്റാൻ ഉണ്ടായത്. അപ്പോൾ അത് മാത്രമല്ല, യോഗേഷ് ഗുപ്ത മുമ്പും പല വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ്. PP ദിവ്യയുടെ സ്വത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ സർക്കാരിന് കൊടുത്തിരുന്നു. അപ്പോൾ സർക്കാരിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ വളരെ ഫ്രീ ഹാൻഡായിട്ട് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളിൽ സർക്കാരിന് അപ്രീതിയുണ്ട്. പക്ഷേ അപ്രീതി ഉള്ളപ്പോൾ തന്നെയും യോഗേഷ് ഗുപ്തയ്ക്ക് ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യോഗേഷ് ഗുപ്ത കേന്ദ്ര സർക്കാരിന് പ്രിയപ്പെട്ട ഒരാളാണ്. നിലവിൽ EDയുടെ തലപ്പത്ത് ഒരു സ്ഥിരം നിയമനമില്ല. യോഗേഷ് ഗുപ്തയെ ED തലപ്പത്തേക്കോ അല്ലെങ്കിൽ CBI തലപ്പത്തേക്കോ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ നിലവിൽ സർക്കാരുമായി ഉടക്കി നിൽക്കുന്ന യോഗേഷ് ഗുപ്ത എത്രമാത്രം തലവേദനയെ സർക്കാരിന് മാറും എന്നുള്ളതൊരു പ്രശ്നമാണ്. നിതിൻ അഗർവാളിനെ സംബന്ധിച്ചും ഈ പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും, റവാഡ ചന്ദ്രശേഖറിനും യോഗേഷ് ഗുപ്തയ്ക്കും തൽക്കാലം താല്പര്യമില്ല എന്നവർ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ് താല്പര്യം. സർക്കാരിനും ഇവരോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നിതിൻ അഗർവാളായിരിക്കും വരാൻ സാധ്യതയുള്ള ഒരാൾ. അങ്ങനെ വന്നാലും എം.ആർ. അജിത് കുമാർ അവിടെ തന്നെ നിൽക്കുകയാണ്. എം.ആർ. അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവി ആവണമെന്നില്ല അദ്ദേഹം കരുത്തനാവാൻ. അദ്ദേഹത്തിന് ഇപ്പോഴും കരുതലുണ്ട്. അദ്ദേഹം ഒരു ഡബിൾ എഞ്ചിനുള്ളൊരു വണ്ടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് RSS ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. RSS നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രിയപ്പെട്ടവനായിരിക്കും അദ്ദേഹം. മുഖ്യമന്ത്രിയാകട്ടെ അസാധാരണമായ കരുതൽ അദ്ദേഹത്തോട് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദനത്തിനുള്ള വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടും കോടതി വീണ്ടും അത് ഫ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കേസ് ആ ഫ്ലോട്ടിംഗ് ആണ്, അത് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, PV അൻവർ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലെ 6 ടയർ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് എം.ആർ. അജിത് കുമാർ തന്നെ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കും അദ്ദേഹം തന്നെ കൊടുത്ത ശുപാർശയാണിത്. കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളത്. അവിടെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് അജിത് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് നടക്കുമോ ഇല്ലയോ നമുക്കറിയില്ല.
ഒന്നും നമുക്കറിയില്ല. പിന്നെ എം ആർ അജിത് കുമാറിന് അധികം സർവീസ് ഇല്ല. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ആവുക അല്ലാതിരിക്കുക എന്നതിനപ്പുറം അദ്ദേഹം എത്രമാത്രം ശക്തനാണ്, ഭരണത്തിൽ എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് പി വി അൻവർ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ആയോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, സർക്കാർ അദ്ദേഹത്തോട് കാണിക്കുന്ന അസാധാരണമായ കരുതൽ തന്നെയാണ് പ്രശ്നം. അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവർ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളില്ല. അനധികൃത സ്വത്ത് സമ്പാദനം മുതൽ സ്വർണ്ണക്കടത്ത് കേസ് വരെയുള്ള ഒരുവിധ എല്ലാ ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂരിലൊരു തിരിച്ചടി ഉണ്ടാകുന്നു, അതിനുശേഷം സർക്കാരിന് ലഭിച്ച മറ്റൊരു തിരിച്ചടിയാണോ ഈ എം ആർ അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള നീക്കത്തിനേറ്റ ഈ തിരിച്ചടി? പക്ഷേ പാരലൽ വേൾഡിൽ നടക്കുന്ന അതൊന്നുമല്ല. ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് വായിക്കാം. അങ്ങനെ ആ നുണയും പൊളിഞ്ഞു വീണു. കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും UDF നേതാക്കളും പ്രചരിപ്പിച്ച ആ നുണയായിരുന്നു സീനിയോറിറ്റി മറികടന്ന് ADGP ശ്രീ എം ആർ അജിത് കുമാറിനെ സർക്കാർ DGP ആയി നോമിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്നത്. എന്നാൽ ഇന്ന് DGPമാരുടെ ചുരുക്കപ്പട്ടിക നിലവിൽ വന്നതിൽ ADGP അജിത് കുമാറിൻ്റെ പേര് ഇല്ല. അതായത് ഈ പോസ്റ്റ് വായിച്ചാൽ വിചാരിക്കും ഇതാരുടെ പോസ്റ്റാണെന്നറിയോ? ഇത് ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റാണ്. ഈ പോസ്റ്റ് വായിച്ചാൽ വിചാരിക്കും അജിത് കുമാറിനെ വെട്ടിയത് പിണറായി വിജയനാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. UPSC ആണ് വെട്ടിയത് എന്നുള്ള നാട്ടുകാർക്ക് അറിയില്ല എന്നാണ് അവരുടെ വിചാരം. എം ആർ അജിത് കുമാറിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പട്ടിക ആണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ JP ചോദിച്ച ചോദ്യം പ്രസക്തമാവുന്നത്. ഈ പറയുന്ന കേസുകൾ, അതായത് പൂരം കലക്കൽ നിന്ന് ഒരു ചെറിയ കേസല്ല, അതിന് പിന്നെ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. അതോടുകൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. സുരേഷ് ഗോപിയുടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് അത് അത്രയും വലിയ രാഷ്ട്രീയമുള്ളൊരു സംഭവമാണ്. പിന്നെ രണ്ടാമത്തെ എന്താ, RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതൊന്നല്ല 2 കൂടിക്കാഴ്ചകൾ, അറിയുന്ന കൂടിക്കാഴ്ചകൾ അത് നടന്ന്. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള സംഭവം, മരം മുറിച്ച കേസ്, ഇതുപോലെ നിരവധി കേസുകൾ, മറ്റേ ഒരു വ്യാപാരിയെ കാണാതായ സംഭവം, അതുപോലെ തന്നെ ഒരു സ്വർണ്ണക്കടത്തുകാരൻ മരിച്ച സംഭവം, ഇതിലൊക്കെ ആരോപണം നേരിടുന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് ഈ പറയുന്ന യോഗ്യതയില്ലാഞ്ഞിട്ടും DGP അല്ല, 30 വർഷത്തെ സേവനമില്ല, ഇത് അയോഗ്യതയാണ്. അല്ലെങ്കിൽ DGP ആകാനുള്ള യോഗ്യതയിൽ നിന്നുള്ള കുറവാണത്. 30 വർഷം നിർബന്ധമാണ്, DGP ആവുകയും വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരാളെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ എന്തുമാത്രം കരുതൽ വേണ്ടി വരും? അപ്പോൾ UPSC ഇനി അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരും കൂടി അതിൽ ചേർക്കുകയായിരുന്നു. മനോജ് എബ്രഹാമിനും ഇത് 29 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് മനോജ് എബ്രഹാമിനും ഈ പട്ടികയിൽ ഉൾപ്പെടാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹവും അതിൽ വരികയാണ്. അങ്ങനെ പിന്നാലെ സുരേഷ് രാജ് പുരോഹിത് അല്ലേ, അദ്ദേഹത്തിനെയും വെട്ടി. അപ്പം എം ആർ അജിത് കുമാർ ഒരിക്കലും ആ പട്ടികയിൽ വരേണ്ട ആളല്ല. ഇത്തവണ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ റാങ്കും വെച്ച് അദ്ദേഹം ആ പട്ടികയിൽ വരേണ്ട ആളല്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങൾ നേരിടുകയും ചെയ്യുന്നു. വിജിലൻസ് കേസ് ഉണ്ടാകുന്നു, അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ കേസ് ഉണ്ടാകുന്നു. അതിലൊക്കെ വളരെ പെട്ടെന്നല്ല അന്വേഷിച്ച് ക്ലീൻ ചീറ്റ് നൽകിയത്. ഇപ്പോൾ ആ ത്രിതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. വല്ല നടപടി ഉണ്ടായോ? ഒരു താക്കീതെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, പൂരം കലക്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പക്ഷേ അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. പക്ഷേ അപ്പോഴും കാത്തിരിക്കുകയാണ് DGP ആയിട്ട് അദ്ദേഹം വരുമോ. എം ആർ അജിത് കുമാർ DGP ആയി വന്നു കഴിഞ്ഞാൽ ഈ സർക്കാരിന് എന്താണ് നേട്ടം? ഈ പറയുന്ന ആളുകളൊന്നും കഴിവുള്ള DGPമാരല്ലേ, കഴിവുള്ള IPS ഉദ്യോഗസ്ഥരല്ലേ? എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാർ തന്നെ DGP ആയി വരണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നമാണ് PV അൻവർ ഉന്നയിച്ചത്. ആ ഉന്നയിച്ച പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകളിൽ നല്ലൊരു ശതമാനം ഈ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം PV അൻവർ അവിടെ നിലമ്പൂർ വിജയിക്കുമെന്ന് അവിടെ PV അൻവർ പോലും കരുതുന്നില്ല. അങ്ങനെയുള്ള PV അൻവറിന്, വിജയിക്കാൻ സാധ്യതയില്ലാത്ത PV അൻവറിന് എന്തുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യുന്നു? മലയാളികളുടെ സ്വഭാവം വെച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ. ഭൂരിഭാഗം ആളുകളും ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനം. പണ്ട് BJPക്കൊന്നും വോട്ട് കേരളത്തിൽ കിട്ടാതിരുന്നതുകൊണ്ടാണ്, അവർ ജയിക്കില്ല എന്നുള്ള തോന്നലുകൊണ്ടാണ്. ഇപ്പം BJPക്ക് കുറച്ചുകൂടി വോട്ട് കിട്ടുന്നതാണ്. അവർ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. പിന്നെ ചില സീറ്റുകളിലൊക്കെ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികം BJPക്കും വോട്ട് വരുന്നത് അതുകൊണ്ടാണ്. PV അൻവർ അവിടെ ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ PV അൻവർ വോട്ട്, അത് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ, ഈ വിഷയം ആളുകൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എം ആർ അജിത് കുമാറിനെ എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ താലോലിക്കുന്നു എന്നുള്ള ചോദ്യം വീണ്ടും നമുക്ക് ഉന്നയിക്കേണ്ടി വരികയാണ്. ഈ പട്ടികയിൽ എം ആർ അജിത് കുമാറിൻ്റെ പേര് കൊടുക്കേണ്ട ഒരു കാര്യവും സർക്കാരിനുണ്ടായിരുന്നില്ല. പക്ഷേ സർക്കാർ കൊടുത്തു. UPSC വെട്ടി. എന്നിട്ടും ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് പിണറായി വെട്ടിയ പോലെയാണ് ഇപ്പം സൈബർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതി ചിലപ്പോൾ ഇനിയും തുടരും. എന്തായാലും RSSൻ്റെ ആശീർവാദമുള്ള എം ആർ അജിത് കുമാറിനെ ഇനി സർക്കാർ എവിടെയായിരിക്കും പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് കൗതുകം.